ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ ആകുമ്പോൾ ഇങ്ങനെ ഒരു 6:45 ആയിട്ട് ഞാനിങ്ങനെ എണീറ്റ് വെറുതെ ഇങ്ങനെ കിടക്കാൻ കുറേ നേരം അങ്ങനെ കിടന്നു കേട്ടോ. 7 മണിക്ക് ആകുമ്പോഴേക്കും നമ്മുടെ അച്ഛൻ പണിക്ക് പോകട്ടോ. പിന്നെ അത് ഞാൻ വരുമ്പോൾ അമ്മയും ആദർശനും കൂടിയിട്ട് ഇരുന്ന് വർത്താനം പറഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ തേങ്ങ ഇടാൻ വേണ്ടിയിട്ട് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ തേങ്ങയൊക്കെ കുറച്ചിട്ട് അപ്പോൾ ഇതേ അമ്മയും ആദർശനും കൂടി അത് പറക്കി കൂട്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്ക് ഇന്ന് പണിയില്ല, അമ്മ വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഇങ്ങനെ പറക്കി കൂട്ടുന്നത് നോക്കിയിട്ട് ഞാൻ ഉമ്മർത്ത് നിൽക്കാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വിഷ്ണുവേട്ടൻ വന്നു. വിഷ്ണുവേട്ടൻ അഞ്ജുവിനെ ജോലി സ്ഥലത്താക്കിയിട്ട് വരികയാണ് കേട്ടോ. കുറേ പേര് അഞ്ജുവിനെ കാണിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിട്ടോ. അപ്പം അഞ്ജുവിന് ഇതേ കല്യാണം കഴിഞ്ഞിട്ട് 7-ാം തീയതി തൊട്ടിട്ട് തന്നെ അവൾ വർക്കിന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ലീവ് കിട്ടുമ്പോൾ ഞാൻ എന്തായാലും അവളെന്നെ കാണിക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതേ ചേട്ടൻ വന്നു. ചേട്ടൻ പുതിയ ബൈക്കൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ആദർശേട്ടൻ അത് പോയി നോക്കാൻ കേട്ടോ. ആദർശേട്ടൻ്റെ വണ്ടികളെന്ന് വെച്ചാൽ പ്രാന്താണ് കേട്ടോ. അപ്പം ഈ വണ്ടി കണ്ടപ്പോൾ നമ്മുടെ തണ്ടർബേർഡ് പോലെ തന്നെ തോന്നിട്ടോ. പക്ഷെ തണ്ടർബേർഡ് അല്ലത്, ഇതെന്തോ ബുള്ളറ്റ് തന്നെയാണ് കേട്ടോ. എനിക്ക് കറക്റ്റ് പേരൊന്നും അറിയില്ല, അത് കാരണം ഞാൻ പറഞ്ഞു കൊളാക്കുന്നില്ല കേട്ടോ. ഗൈസ്, ഞാൻ ഇവിടെ ഇരുന്ന് വെയിൽ കൊള്ളുക കേട്ടോ. ചെറിയ വെയിൽ ഇങ്ങനെ അടിക്കുന്നുണ്ട്. വെയില് ചായ കുടിക്കട്ടെ ഗൈസ്, ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്. കുറെ നേരമായി ഈ ആദർശയുടെ വന്നേ പിന്നെ എന്നെ ഉറക്കം കൊണ്ട് ശരിയാവുന്നേ ഇല്ല. ഇത് രാത്രി ഞാൻ കഴിഞ്ഞ സുഖസുന്ദരായിട്ട് ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ആഴ്ചക്ക് നല്ല സുഖമായിട്ട് ഞാൻ കിടക്കണ്ടായിരുന്നു. ഞാൻ ഇന്നലെ വരെ നല്ല അടിപൊളിയായിട്ട് ഉറങ്ങിയിരുന്ന ആളാ. ഇതിപ്പോ ഞാൻ ഇടത്തെ സൈഡിക്കാണോ വലത്തെ സൈഡിക്കാണോ എന്നിട്ട് എന്നെ അങ്ങനെ ചൊറിഞ്ഞോണ്ടേ നിൽക്കും. അങ്ങനെ എൻ്റെ ഉറക്കം കംപ്ലീറ്റ് കളഞ്ഞ് ഒരു 6:45 അമ്പെന്നെ വിളിച്ച് എനിപ്പിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്തായാലും ചായ കുടിക്കട്ടെ. ഇപ്പോൾ കുറേ ഇപ്പം 8 മണിക്ക് കേട്ടോ. ഇതുവരെ അങ്ങനെ ഉമ്മർത്തൊക്കെ ഇരുന്ന് അങ്ങനെ നടക്കായിരുന്നു. ഇനിയിപ്പോൾ ചായ കുടിക്കട്ടെ. പിന്നെ അമ്മ ഭൂരി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കാറുണ്ട്. നമ്മൾ കുറേ നേരം വിഷ്ണുവേട്ടൻ വന്നപ്പോഴേ ഉമ്മർത്ത് അങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു. പിന്നെ ഇത് ചൂട് കൊടുക്കണ ഭൂരി ഉണ്ടാക്കി കഴിക്കാൻ പറഞ്ഞിട്ട് അമ്മ സ്പോട്ടിൽ വേഗം അങ്ങനെ ഭൂരി ചൂടാണ്. അപ്പോൾ ഞാനിതേ നമുക്ക് തലേന്ന് പോർക്കിറച്ചി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആദർശാണ് പോർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പോർക്ക് ചൂടാക്കാൻ വേണ്ടിയിട്ട് അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഇങ്ങനെ ചൂടാക്കാൻ വേണ്ടി വെക്കായിരുന്നു കേട്ടോ. പിന്നെ അമ്മന്ന് സാമ്പാറായിട്ട് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ എനിക്ക് ഭൂരിയും സാമ്പാറും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അത് കൂട്ടി കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദർശാൻ്റെ പോർക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. അപ്പോൾ ചേട്ടനുള്ള കറി ഞാൻ ഇത് എല്ലാം സെറ്റാക്കി വെക്കുകയാണ്. ഇന്നത്തെ എൻ്റെ ചായ കൂടി ഇന്ന് കുറച്ച് നേരത്തെ ഔട്ട്, അല്ലെങ്കിൽ ഞാൻ 9:30-9:45 ഔട്ട് രാവിലത്തെ ചായ കുടിക്കുമ്പോൾ. കാരണം ഞാനിപ്പോൾ ഒരാഴ്ചയൊക്കെ ആയിട്ട് എനിക്ക് നന്നായിട്ട് ലേറ്റ് ആവാറുണ്ട്. അപ്പോൾ ആദർശേട്ടൻ വന്നുകൊണ്ട് ഞാൻ സത്യം പറയാച്ചെങ്കിൽ എൻ്റെ ഉറക്കം കംപ്ലീറ്റ് പോയി എന്ന് തന്നെ പറയാം. കാരണം ഞാൻ ഉറങ്ങുമ്പോഴൊക്കെ അങ്ങോട്ട് തിരിഞ്ഞെടുക്ക് പറഞ്ഞിട്ട് എന്നെ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ എണിച്ച് കഴിഞ്ഞ് വെച്ചാൽ പിന്നെ എനിക്ക് ഉറക്കം വരില്ല. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് തല്ലുകൊടുട്ടാ. അങ്ങനെ ഇതേ ഭൂരിയും ആദർശേട്ടൻ ഇതേ പോർക്കിൻ്റെ കറിയൊക്കെ വെച്ചു എന്നിട്ട് ഞാനിതേ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാനുണ്ടോ. അപ്പോൾ ടിവിയുടെ സ്വിച്ച് ഇടാൻ വേണ്ടി പോയതായിരുന്നു. അങ്ങനെ ഇതേ ടിവിയിൽ ഏതെങ്കിലും സിനിമയൊക്കെ ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഇതേ 9 മണി ആവുന്നല്ലോ കേട്ടോ. എന്നൊരു 8:45 ആകുമ്പോഴേക്കും ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. ഇനി ഇതേ ടിവിയിൽ ഇങ്ങനെ ന്യൂസ് ചാനൽ എല്ലായിടത്തും അങ്ങനെ തന്നെ ആവുമല്ലോ. ടി വി ഓൺ ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ ഫസ്റ്റ് വരെ ന്യൂസ് ചാനലാവും. അതിങ്ങനെ മാറ്റി ബാക്കോട്ട് അടിച്ച് വല്ല സിനിമ ഉണ്ടോയെന്ന് ഞാൻ തപ്പിക്കൊണ്ട് നിൽക്കാൻ കേട്ടോ. പിന്നെ കട്ടൻ ചായ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ ചൂടുള്ള കട്ടൻ ചായയും പിന്നെ നല്ല എരിവുള്ള കറിയൊക്കെ കൂട്ടിയിട്ട് കട്ടൻ ചായ കുടിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അത്. അപ്പോൾ ഞാനിതേ ഇങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് സിനിമ ഏതാ വെച്ചിട്ടുള്ള ഒരു ഐഡിയ ഇല്ല, ഏതാ നല്ല സിനിമ എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ അങ്ങനെ നിൽക്കുക. അപ്പോൾ ഞാൻ ആദർശേൻ്റെ പോർക്കറി കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കിയപ്പോൾ ടേസ്റ്റ് അങ്ങോട്ട് സെറ്റ് ആയിട്ടൊക്കെ. അതിനേക്കാൾ കൂടുതൽ ഇഷ്ടം സാമ്പാർ കൂട്ടിയിട്ട് ഇങ്ങനെ നന്നായിട്ട് കറി കൂട്ടി കഴിക്കാനുണ്ട്. അങ്ങനെ നമ്മളിതേ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടാവും. അധികം പാത്രങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ചായ കുടിച്ച പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ അമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ടാ. പിന്നെ അമ്മയ്ക്ക് അച്ഛൻ നല്ല പണിയുള്ള ദിവസമായിട്ട് കുറേ സാധനങ്ങൾ ഒതുക്കാനും പറക്കാനും ഒക്കെ ഉണ്ട്. അപ്പം അമ്മ അതേ ഓരോന്നായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ അമ്മ ചായ കുടിക്കാനൊക്കെ ഇരുന്നുണ്ട്. അപ്പം ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായി 7-ാം മാസത്തെ ചടങ്ങ് വളക്കാപ്പ് എന്തായാലും ചെയ്യണം എന്നൊക്കെ. സത്യം പറയാച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര കൺഫ്യൂഷനിലായിട്ടിരിക്കുന്നത്. ചടങ്ങ് നടത്തണോ നടത്തണ്ടേ എന്നുള്ള ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്. അതിനെ പറ്റിയിട്ട് നമ്മൾ തീരുമാനം പകരം ഏറെക്കുറെ എടുത്തിട്ടില്ല. ആദർശേട്ടന് ആഗ്രഹമുണ്ട് നടത്തണം എന്ന്. പക്ഷെ എനിക്ക് ഇതിനോടൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. കാരണം നടത്തണ്ടേ ഞാൻ ഭയങ്കര കൺഫ്യൂഷനായിട്ടാ. കാരണം എനിക്ക് അറിഞ്ഞൂടാ. മുന്നൊക്കെ വെച്ചാൽ വളക്കാപ്പ് അടിപൊളിയായി നടത്തണം. മുന്നേന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം മുന്നൊക്കെ നമ്മൾ ഓരോ വീഡിയോസൊക്കെ ഓരോരുത്തരുടെ കാണുമ്പോൾ നമ്മുടെ ഇത് അടിപൊളിയായിട്ട് നടത്തണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്യും. പക്ഷെ ഇപ്പൊക്കെ എന്താണെന്ന് അറിയില്ല, എനിക്ക് യാതൊരുവിധ ഇൻട്രസ്റ്റും തോന്നുന്നില്ല. ഞാനൊരു ഇൻട്രസ്റ്റ് കാണിച്ചാൽ ആദർശേട്ടന് പിന്നെ അതിൻ്റെതായ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ വീട്ടുകാരൊക്കെ ആയിട്ടൊന്ന് ആലോചിച്ചിട്ട് എന്തായാലും തീരുമാനം വേഗം എടുക്കാം. നടത്തണം എന്നുണ്ട് നടത്തണ്ടെന്നുണ്ട്. ഭയങ്കര കൺഫ്യൂഷനാണ്. കാരണം എനിക്ക് അറിഞ്ഞുകൂടിക്ക് എന്താ പറ്റിയതെന്ന് സത്യം പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാട്ടോ. പിന്നെ ഇത് ആദർശമായിട്ട് ഇതേ കാറിൽ വെക്കണ ഫോൺ സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ എൻ്റെ മുമ്പിൽ കോപ്പറേറ്റീവ് കാണിച്ച് കിടക്കാനുണ്ടോ. അയ്യോ, ഞാൻ നല്ല കാറ്റിട്ട് ഇവിടെ ഞാനേ അംഗനവാടിക്ക് പോവാ. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയം തൊട്ട് ഇവിടെ തന്നെയാണല്ലോ. ഫസ്റ്റ് മന്ത് തൊട്ടിട്ട് വരികയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇതിലാണ് എല്ലാം രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അപ്പോൾ അംഗനവാടി പോയിട്ട് ഇപ്പോൾ 7 മാസമായി. 7 മാസം കഴിയാറായി. ഇതുവരെയ്ക്കൊന്നും സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല.
അപ്പോൾ ഇന്നെന്തായാലും അംഗനവാടിക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ സഞ്ചി കൈ പിടിച്ചിട്ടാണ് പോകുന്നത്. അത് വാങ്ങിക്കാൻ പോയിട്ട് ചെല്ലട്ടെ കേട്ടാ. എന്തോ ശർക്കര, ഗോതമ്പ് അങ്ങനെ എന്തൊക്കെ ഐറ്റംസ് ആണ്. അപ്പോൾ അത് വാങ്ങിക്കാൻ പോട്ടെ. ആദർശയുടെ എപ്പോൾ പുറത്ത് പോവാച്ചെങ്കിൽ ഈ സംഭവം കണ്ട് തുറന്നു നോക്കൂട്ടോ. അങ്ങനെ ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള അംഗനവാടിയിലല്ല പോണേ, കുറച്ചും കൂടി അപ്പുറത്തുള്ള അംഗനവാടിക്കാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വെച്ചെങ്കിൽ HB കുറവുള്ള കാരണം മുന്നേ നമ്മൾ മറ്റേ അമ്മയും കുഞ്ഞും ബുക്കൊക്കെ ചെയ്യുന്ന സമയത്തേ HB കുറവുള്ള കാരണം ഇവിടുന്ന് ഗവൺമെൻറ് തന്നെ സംഭവം എന്തായാലും വാങ്ങിക്കണം, അതൊക്കെ കഴിക്കണം എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഞങ്ങളത് വലിയ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് 8 മാസം പറയില്ല, എന്നിട്ട് ഒരു സാധനം പോലും വാങ്ങിച്ചില്ല പറയുമ്പോൾ അത് മോശമില്ലേ. അങ്ങനെ ഞങ്ങൾ ഇതേ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇതേ കിഴക്കേക്കരയുമുള്ള ഒരു അംഗനവാടിക്കായിട്ട് പോകുന്നത്. അങ്ങനെ അംഗനവാടി എത്തി. നമ്മുടെ മാളൊക്കെ ഇവിടെ പഠിച്ചേക്കണം കേട്ടോ. ഞാനൊക്കെ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള അംഗനവാടിയിലാണ് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ചും കൂടി പോരാണ്ട് ഈ അംഗനവാടിക്ക് പോണ വഴിക്ക് ഞങ്ങൾ ടീച്ചറിനെ കൊണ്ട് സംസാരിച്ചിട്ടായിട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഹെൽപ്പറായിട്ടുള്ള ഈ ചേച്ചി ഉണ്ട്. അപ്പൊ ആ ചേച്ചി എടുത്തേരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗോതമ്പ്, ശർക്കര, ചെറുപയർ ഈ 3 ഐറ്റംസ് ആയിട്ട് നമുക്കുള്ളത്. അപ്പൊ 5 കിലോ ഗോതമ്പ്, പിന്നെ 2 കിലോ ശർക്കര, 2 കിലോ ചെറുപയർ ഇതുവരെ വാങ്ങിക്കാത്ത കാരണം അപ്പൊ ഈ 2 മാസത്തെ സാധനങ്ങളാട്ടോ. നമ്മൾ ഡിസംബറിലത്തെയും ജനുവരിയിലത്തെയും സാധനങ്ങൾ മാത്രമായിട്ടേ വാങ്ങിച്ചുള്ളൂ. അപ്പൊ അത് അതിന്റെ ഒക്കെ തൂക്കൊക്കെ നോക്കി നമ്മൾ എടുക്കാൻ കേട്ടോ. അപ്പോൾ അവിടെ ആകെ ഇപ്പോൾ ഒരു കുട്ടി മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ചേച്ചിയൊക്കെ എല്ലാം സെറ്റാക്കി പാക്കാക്കി തന്നുകൊണ്ട് ആദർശേട്ടൻ മറ്റേ തൂക്കാൻ നോക്കിയ സംഭവം ഉണ്ടല്ലോ, അതൊക്കെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചുട്ടാ. പിന്നെ എല്ലാതും പാക്കാക്കിയിട്ട് നമ്മളിത് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നിൽക്കാൻ കേട്ടോ. അപ്പോൾ ആദർശേട്ടൻ ചെറുതിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കണ്ടോ. ചെറുതിനാച്ചെങ്കിൽ ഞങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര നാണം. അപ്പോൾ ചാറ്റൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ തിരിഞ്ഞാൽ ഞങ്ങൾക്ക് വേഗം ചാറ്റ് തരും, ഞങ്ങൾ നോക്കിയാൽ ചാറ്റ് തരില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചിതേ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കാണ്ട് അങ്ങനെ നമ്മൾ വീടെത്തി. ആദർശേട്ടൻ അച്ഛൻ വെള്ളം തയ്ച്ചിട്ട് വയ്യ, വേഗം വണ്ടിയിൽ ഇറങ്ങുന്നേട്ടാ പറയുന്നത്. അങ്ങനെ ഇതേ വണ്ടിയിൽ നിന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മുടെ വീട്ടിലേക്ക് കയറ്റി വെച്ചു കേട്ടോ. ഇത്ര കേട്ടോ, ഒരു സഞ്ചി സാധനങ്ങളേ ഉള്ളൂ. 5 കിലോ ഗോതമ്പും പിന്നെ ശർക്കര, ചെറുപയർ നേരത്തെ പറഞ്ഞു. പിന്നെ ആദർശാണ് വെള്ളം തായിക്കുന്നുണ്ട് പറഞ്ഞിട്ട് വേഗം അതേ മറ്റേ നാരങ്ങ എന്തോ പിഴിഞ്ഞിട്ട് ആള് വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോ കോപ്പറേറ്റങ്ങൾ കാണിച്ചു കൂട്ടുക കേട്ടോ. ഞങ്ങളിനി പോയി വന്ന് എനിക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റില്ല കേട്ടോ. ഇനി വൈകിട്ടാകുമ്പോൾ തൃശ്ശൂർക്കൊന്ന് പോകേണ്ട ആവശ്യമുണ്ട്. എനിക്ക് ഡ്രസ്സിന്റെ അളവ് കൊടുക്കാൻ പോണായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഡ്രസ്സ് അപ്പം ഇനി പോകുമ്പോൾ എടുത്തിടാം. നൈറ്റ് മാറ്റിടട്ടെ. ഞാൻ കിടന്നോട് ഉറങ്ങി, നല്ല ഉറങ്ങി കിടന്നിട്ട് ഇപ്പോൾ രാവിലെ ആയാലും ഉച്ചയായാലും വെറുതെ റീൽസൊക്കെ കണ്ടതിനെ കിടക്കാച്ചെങ്കിൽ ഞാൻ പെട്ടെന്ന് ഉറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അമ്മ ചോറിനാറായപ്പോൾ അമ്മ ഒന്ന് വിളിച്ചു കേട്ടോ. അപ്പോൾ ഞാനിത് പപ്പടം കാച്ചാൻ നിൽക്കുകയാണ്. അമ്മയ്ക്ക് നമ്മൾ തേങ്ങ ഇടാൻ വന്ന ചേട്ടനെ നല്ല ഒരു പച്ചമാങ്ങ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ അത് വേഗം കടുക് പൊട്ടിച്ചിട്ട് ആദർശേണ്ട നല്ലൊരു അച്ചാർ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ സ്പോട്ടിൽ ഉണ്ടാക്കുന്ന അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആദർശേണ്ട ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റ് ഈ അച്ചാറിന്. അപ്പോൾ അമ്മ അത് സെറ്റാക്കുന്നുണ്ട്. ഞാൻ അപ്പുറത്ത് ഇരുന്നിട്ട് പപ്പടം കാച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ന് സാമ്പാറാണല്ലോ കറി. അപ്പോൾ സാമ്പാറും പപ്പടം വറുത്തതും പിന്നെ നമ്മുടെ അച്ചാറൊക്കെ കൂട്ടിയിട്ട് ചോറിനാൻ വിചാരിച്ചിട്ട് ഞാൻ അമ്മയും കൂടിയിട്ട് വേഗം ഇതൊക്കെ സെറ്റ് ആക്കാനുണ്ട്. ഈ അച്ചാറിലെ സുറുക്കൊന്നും ഒഴിക്കില്ല കേട്ടോ, പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന അച്ചാറാണ്. പക്ഷെ ഒടുക്കത്തെ ടേസ്റ്റാണ്. നമ്മുടെ വിനീഷേണ്ണും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ അച്ചാർ. അങ്ങനെ ഇതേ ഞാനും അമ്മയും കൂടിയിട്ട് വേഗം അതൊക്കെ സെറ്റാക്കി ചോറിനാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ആദർശേട്ടൻ കൈ മുഖമൊക്കെ കഴുകാൻ വേണ്ടി പോയേക്കാണ് കേട്ടോ. അപ്പം ഞാനിതേ കുറച്ച് അച്ചാറൊക്കെ കൊടുത്തിട്ടാണ് കഴിച്ചു നോക്കുകയാണ്. എനിക്ക് അച്ഛനെ സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ ഫുഡ് കഴിച്ചാൽ എനിക്കൊരു തൃപ്തി വരുള്ളൂ. എനിക്കിതേ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ ചില്ലിൻ്റെ പ്ലേറ്റിലൊക്കെ കഴിക്കുമ്പോൾ എന്തോ ഒരു തൃപ്തി കിട്ടാത്തൊരവസ്ഥയ്ക്ക് ഇങ്ങനെ സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ ഇങ്ങനെ കഴിക്കണതാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. അപ്പം ഞാൻ ഈ പ്ലേറ്റിലാണ് എപ്പോഴും ഫുഡ് കഴിക്കാറ് കേട്ടോ. അപ്പോൾ ആദർശേട്ടൻ ഇത്രയ്ക്ക് ചോറ് വേണ്ട പറഞ്ഞിട്ട് നമ്മുടെ ഇത് തിരിച്ചു കൊടുത്തയച്ചു കേട്ടോ. അപ്പം അമ്മ അതേ കുറച്ച് ചോറൊക്കെ തട്ടിയിട്ട് വീണ്ടും തിരിച്ചു കൊടുത്തു. അങ്ങനെ ഇത് നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡ് ഇങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ സാമ്പാറും പപ്പടും അച്ചാർ കൂട്ടി എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അമ്മ ഇതേ ചോറെടുത്തിട്ട് അപ്പുറത്ത് ഇരുന്നുണ്ട്. അങ്ങനെ കുറേ നേരം ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് TV ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാണ്ടോ. എനിക്ക് അച്ഛനെങ്കിൽ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. പുറമെ കാണുമ്പോൾ എനിക്ക് ഓവർ വയറൊന്നും ഇല്ലാട്ടോ. പക്ഷെ എന്നെ കാണുന്നവരൊക്കെ പറയും എനിക്ക് ഉൾവയറാണെന്നാണ്. അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ഇരിക്കാനും ഇങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 4:30 ആകുമ്പോൾ ഇതേ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കാണ്ട് തൃശ്ശൂർക്ക് പോകാണ്ട് ആദർശേൻ്റെ കൊറിയർ എടുക്കാണ്ട് എനിക്ക് എൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അളവ് കൊടുക്കാൻ പോകണമായിരുന്നു. അപ്പോൾ പിന്നെ ആ ചേച്ചിക്ക് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അതങ്ങനെ ക്യാൻസലാക്കി. അങ്ങനെ ഞങ്ങൾ എന്തായാലും കൊറിയർ എടുത്തിട്ട് നമ്മുടെ തൃശ്ശൂര് ആ ഒരു ഈവനിങ് ടൈം നമ്മുടെ തൃശ്ശൂർ മൈതാനം ഉണ്ടല്ലോ, തേക്കിൻകാട് മൈതാനം, അത് കൂടെ വെറുതെ നടക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്ലാൻ ചെയ്തിട്ടാട്ടോ പോകുന്നത്. ആദർശേട്ടൻ വീട്ടിലില്ലെങ്കിൽ ഞാൻ മറ്റേ കൂട്ടിലടച്ചിട്ട് കിളിക്കുട്ടി പോലെ കേട്ടോ, വീടിന് പുറത്തേക്കേ ഇറങ്ങാറില്ല. പക്ഷെ ചേട്ടൻ വന്ന് കഴിഞ്ഞു വെച്ചെങ്കിൽ കൂടെ കൊടുക്കാൻ എന്നെ കൊണ്ടുപോകണ പോലെയൊക്കെ തോന്നാറ്. കാരണം എല്ലാ സ്ഥലവും ഞാൻ കാണിച്ചു തരും ചെയ്യും, പക്ഷെ എന്റെ സേഫ്റ്റി നന്നായിട്ട് നോക്കും ചെയ്യും കേട്ടോ. അപ്പൊ എന്റെ അമ്മ പറയും ചെയ്യും കേട്ടോ, ആദർശനെ കണ്ടാലാണ് അവൾക്ക് സർക്കിട്ട് പോക്ക് കൂടുതൽ ചെയ്യുന്നിട്ടാ. കാരണം എനിക്ക് എന്നെ വീട്ടിലിരുന്ന് സത്യം പറയാലോ എത്ര ഇങ്ങനെ വീട്ടിലിരുന്ന് ബോറടിച്ച്
എന്തോ ഒരു പോലെ കേട്ടോ. പക്ഷേ ഇത് നമ്മൾ പതുക്കെയൊക്കെ ഇങ്ങനെ പോയി ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ട് മനസ്സിൻ്റെ ഭയങ്കര റിലാക്സേഷനും ഭയങ്കര ഒരു ഇതാണ്. ആദർശമായിട്ട് ഉണ്ടെങ്കിൽ എനിക്ക് സത്യം പറയാൻ ഒരു സന്തോഷമുള്ളൂ. അങ്ങനെ ഞങ്ങളിത് കൊറിയർ എടുക്കാൻ വേണ്ടിയിട്ട് അത്താണിയിൽ വണ്ടി സൈഡാക്കിട്ടോ. അങ്ങനെ ചേട്ടൻ കൊറിയർ എടുക്കാൻ പോവാണ്. സംഭവം ചേട്ടൻ്റെ ഒരു ഡയറി ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വന്നതായിരുന്നു കേട്ടോ. സംഭവം ഒരു ഡയറിയാണ് കേട്ടോ. ചേട്ടൻ ഇനി എല്ലാ സംഭവങ്ങളും കാര്യങ്ങളും നമ്മുടെ ലൈഫിലത്തെ എല്ലാതും എഴുതി വെക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചെമ്മണ്ണൂറിൻ്റെ ഒരു ഡയറിയാണ്. അപ്പോൾ അത് കൊറിയർ വന്നപ്പോൾ നമ്മുടെ അത്താണിക്കാൻ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ വേഗം പൊട്ടിച്ചു നോക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ തുറന്നു നോക്കിട്ടോ. അപ്പോൾ നല്ലൊരു ഡയറി ആയിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ വെച്ചിട്ട് നമ്മൾ നേരെ തൃശ്ശൂർക്ക് പോകാൻ കേട്ടോ. ഇവിടെ ഒരു സംഭവം ഉണ്ട്. ഇതെന്താ ഉദ്ദേശിച്ചേക്കണെന്ന് എനിക്കറിയില്ല. എട്ടുകാലിയാണോ? എട്ടുകാലി നീരാളി ഏതാ? സോറി, നീരാളി കുട്ടീനെ പിടിക്കാൻ വരികയെ. എന്തപ്പോ ഇത്? അങ്ങനെ നമ്മൾ തൃശ്ശൂർ റൗണ്ടിലേക്ക് എത്തിയപ്പോൾ ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. കലോത്സവം എന്തോ അങ്ങോട്ടായിരുന്നു. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥലം ഇങ്ങനെ തപ്പിക്കൊണ്ട് നടക്കാൻ കേട്ടോ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് ഇതുപോലെ വലിയ മറ്റേ സ്റ്റേജൊക്കെ കെട്ടിയിട്ടും പിന്നെ ഫുൾ മറ്റേ എന്താ പറയുക ഫ്ലെക്സും കാര്യങ്ങളൊക്കെ വെച്ചേക്കണം കേട്ടോ. പിന്നെ നിറച്ച് പോലീസ് വണ്ടിയും. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ച് നടക്കാൻ കേട്ടോ. പിന്നെ ഇതേ പാർക്കിങ്ങിൻ്റെ ഒരു സ്ഥലം കണ്ടപ്പോൾ നമ്മളിതേ വണ്ടി വേഗം അങ്ങോട്ട് കയറ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെയും പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തൊക്കെ പാർക്ക് ചെയ്യാറുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഞങ്ങൾ എപ്പോഴും പാർക്ക് ചെയ്യാറ്. അവിടെ ഇന്ന് പരിപാടിയുടെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതേ ഇവിടെ വണ്ടി സൈഡാക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നല്ല രസമുണ്ട്. ഒരു ഈവനിങ് ടൈം എന്ന് വെച്ചാൽ അടിപൊളി വൈബാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡാക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഒരു ഗട്ടർ ഉണ്ടായിരുന്നു. അതുമ്പോൾ ജസ്റ്റ് നമ്മുടെ വണ്ടിയുടെ അടിഭാഗം തട്ടി. അപ്പോൾ ആദർശേട്ടൻ ബമ്പറിന്റെ ഭാഗത്ത് തട്ടിയത് തോന്നുന്നു. അപ്പോൾ ആദർശേട്ടൻ അത് തട്ടിയപ്പോൾ തന്നെ ആദർശേട്ടൻ അറ്റാക്ക് വന്ന പോലെ ഇരുന്നു കേട്ടോ. പിന്നെ ഫുൾ വണ്ടി നോക്കായിരുന്നു. കാരണം ഇപ്പോൾ എല്ലാ സർവീസും ഫുൾ മേജർ സർവീസ് കഴിഞ്ഞ് ഇറക്കിയതായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ആദർശേട്ടനെ ആകെ ഇതായിട്ടോ. പിന്നെ ഫുൾ വണ്ടി ചെക്ക് ചെയ്തായിരുന്നു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞിട്ടാ. പിന്നെ ഇവിടെയൊക്കെ ഇതേ വണ്ടികളൊക്കെ നിറയെ കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സ്കൂൾ വണ്ടികളും കലോത്സവം നടക്കുന്ന കാരണം കുറേ സ്കൂൾ വണ്ടികളും പിള്ളേരും അങ്ങനെ നിറച്ച് തിരക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് പുറത്തേക്ക് നടക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴും ആദർശേൻ്റെ ഒരു സമാധാനക്കുറവ്. ആദർശേട്ടൻ വീണ്ടും പോയിട്ട് വണ്ടിയുടെ അതൊക്കെ നോക്കാൻ കേട്ടോ. വണ്ടി ഒന്നും കൂടി ഓടിച്ചു നോക്കട്ടെ, അടിയിൽ വെള്ളം പോയിണ്ടോ എന്നൊക്കെ നോക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കുറെ കുട്ടികൾ ഇതേ ഒപ്പനൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതേ നിറയെ ആൾക്കാരും ഉണ്ട്. നല്ലൊരു ഇതായിരുന്നു കേട്ടോ. അങ്ങനെ ചേട്ടൻ ഇതേ വണ്ടിയൊക്കെ ഒന്നും കൂടി എടുത്തിട്ട് അടിയിൽ വെള്ളം പോയിണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി അങ്ങനെ എന്തോ തട്ടി എന്നൊക്കെയാണ് പറയണത്. എനിക്ക് കറക്റ്റ് വണ്ടിയുടെ കാര്യങ്ങൾ അറിയില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പിന്നെ നമ്മളിതേ കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലായപ്പോൾ നമ്മളിതേ വെറുതെ റോഡല്ല കേട്ടോ, ഈ സ്പേസ് കൂടെ അങ്ങനെ നടക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ നടക്കാൻ കേട്ടോ. അപ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ. അപ്പോൾ ആദർശേൻ്റെ വണ്ടി തട്ടിയപ്പോൾ തന്നെ ആദർശേൻ്റെ മുഖം ആകെ പ്ലിങ് ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആളോക്കെ കേട്ടോ. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് തേരാപ്പാരെന്ന് അങ്ങനെ നടക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ കുറച്ചൊരു മഴക്കാറ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. ചെറുതായിട്ട് മഴവില്ലുണ്ട്. പിന്നെ ഇതേ പ്രാവോളൊക്കെ ഇങ്ങനെ തീറ്റ അങ്ങനെ ഒരു ചേട്ടൻ തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ കൊത്തി തിന്നുന്നുണ്ട്. നല്ലൊരു എന്താ പറയുക, മനസ്സിന് ഭയങ്കര ഒരു റിലാക്സേഷനാണ് കേട്ടോ. ഈവനിങ് വാക്കിന് വന്നതാണ് ഗൈസ്. ഇവിടെ നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഈവനിങ് വാക്കിന്. ഇവിടെ രാവിലെ തോന്നുന്ന രസം വെറുതെ ഇരിക്കാൻ. ഇവിടെ ഇടയിൽ ജ്യൂസ് ഒന്നും കാണുന്നില്ല, തൊണ്ട വെച്ചിട്ട് കഴിയ. സംഭവം നല്ല രസട്ടോ. പക്ഷെ വെളിയും കൂടെ ഇങ്ങനെ വന്ന് എപ്പോഴും വന്നിരിക്കുന്നതൊക്കെ ഡേഞ്ചറാണ്. ഡേഞ്ചർ തന്നെയാണ്. മാത്രമല്ല നടക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയൊക്കെ വേണം. വീട്ടിൽ നിന്ന് ഒരു പണിയും വയ്യ, ക്ഷീണോ. എന്നിട്ട് ഇവിടേക്ക് വന്നിട്ട് നടക്കണം. എന്നിട്ട് വൈകുന്നേരം നമ്മളെ കാലിൽ നീര് വരും. അപ്പൊ അത് പിന്നെ അതും ഇവിടെയൊക്കെ വരുമ്പോ ഇനിയിപ്പോ ആരെങ്കിലും വീഡിയോയിൽ പെട്ടിട്ട് ലവേഴ്സൊക്കെ ഉണ്ടാവും, ഓലെ കൂടി വാങ്ങിക്കിട്ടണം. പിന്നെ അവിടെ നിറച്ചെന്ന് വെച്ചാൽ ഫുൾ പോലീസ്, പിന്നെ ന്യൂസ് ചാനൽ, അങ്ങനെ ഫുൾ തിരക്കാണ് കേട്ടോ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇവിടെ എന്തോ ഞങ്ങൾ ഉള്ളിക്കൊന്നും കയറില്ല കേട്ടോ. ഞങ്ങൾ വെറുതെ അങ്ങനെ നടന്നു. ആദർശേൻ്റെ അച്ഛൻ വെള്ളം തയ്ക്കുന്നുണ്ട് പറഞ്ഞിട്ട് ഒരു ജ്യൂസോ ഒരു വെള്ളത്തിൻ്റെ സ്പേസോ അങ്ങനെയൊന്നും ഇല്ല. ഞങ്ങൾ കുറേ ഇങ്ങോട്ട് നടന്നു കേട്ടോ. പക്ഷെ ഇവിടെ ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് നടക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഒരു ഐസ്ക്രീം വണ്ടി കണ്ടപ്പോൾ ഇവരുടെ അടുത്ത് വെള്ളം ഉണ്ടോ ചോദിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. അങ്ങനെ നമ്മൾ ഈ ചേണ്ടേന്ന് വെള്ളവും പിന്നെ ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചിട്ട് ഇതേ ഏതെങ്കിലും മറ്റു മരത്തിൻ്റെ ചോട്ടിൽ വന്നിരിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കാമായിരുന്നു കേട്ടോ.
അവിടെ ഇരിക്കുമ്പോൾ എന്തൊരു പീസ്ഫുള്ളാന്നറിയോ, ഭയങ്കര ഒരു എന്താ കുറേ ആൾക്കാരെ കാണുക, പിന്നെ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. നമ്മളിങ്ങനെ വെറുതെ ഒക്കെ ഇങ്ങനെ ഇരിക്കുക വെച്ചാൽ ജസ്റ്റ് ഒക്കെ ഒന്ന് പുറത്തിറങ്ങി ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ചെന്ന് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ്. ഒരു പീസ്ഫുൾ അന്തരീക്ഷം തന്നെ പറയാം. കുറേ അമ്പലവും പിന്നെ ഒരു എന്താ പറയുക ഇവിടുന്ന് പോരാനേ തോന്നാത്തൊരു ഇതായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കുറേ നേരം ഇവിടെ ഇരുന്ന് നമുക്ക് പിന്നെ വീട്ടിൽ പോയി നല്ല ചീത്ത കേൾക്കും. ഇന്ന് എന്താണെന്നറിയില്ല, അമ്മ പോകാൻ വേണ്ടി സമ്മതിച്ചില്ല. നമ്മുടെ ഇങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ചീത്ത കേൾക്കും, പോണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്നമ്മ പിന്നെ അധികം ഒന്നും പറഞ്ഞൊന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഓവറായിട്ട് ഇനി ഇരുട്ടാവണ്ട പറഞ്ഞിട്ട് നമ്മളിതേ തിരിച്ച് വീട്ടിൽ പോകട്ടോ. അത് അമ്പലത്തേക്കൊക്കെ കുറേ പേര് തൊഴാൻ വരുന്നുണ്ട്. പിന്നെ അവിടെ ലൈറ്റും നല്ല പാട്ടും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി വൈബാണ് കേട്ടോ. അങ്ങനെ നമ്മളിതേ തിരിച്ച് പോവാണ്. അപ്പോൾ തിരിച്ച് പോകുമ്പോൾ ആദർശേട്ടൻ പറയുന്നുണ്ട് ഇനി നമ്മൾ തിരിച്ച് പോകുമ്പോഴാണ് ഈ ബ്ലോക്ക് കിട്ടുക. വൈകിട്ടാകുമ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്, ബ്ലോക്ക് ഉണ്ടാവാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് നല്ലൊരു ബ്ലോക്ക് കിട്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ പോസ്റ്റായി. പിന്നെ വണ്ടികളൊന്നും നീങ്ങുന്നേ ഇല്ല. അങ്ങനെ കുറച്ച് നേരം ഞങ്ങളിങ്ങനെ കാറിലൊക്കെ വർത്തമാനം പറഞ്ഞ് അങ്ങനെ ഇരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മളിതേ നമ്മുടെ അത്താണിത്തിപ്പോൾ സെലക്ട്സ് ഈ ഒരു ഹോട്ടലിലേക്കായിട്ട് കയറിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞിട്ട് കയറുകയാണ്. എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഇതൊക്കെയാണ് കേട്ടോ. നമ്മൾ കോഴിക്കോടുള്ള സമയത്ത് ഈ പ്രഗ്നൻ്റ് ആവണേക്കാൾ മുന്നേ നിങ്ങൾക്കറിയാലോ ആദർശമായിട്ട് എവിടെയൊക്കെ പോകുന്നുണ്ടോ അതിൻ്റെ ഒപ്പം തന്നെ ഞാനും എപ്പോഴും ഉണ്ടാവും കേട്ടോ. എവിടെ പോവാച്ചു കഴിഞ്ഞാൽ ഞാൻ പോകാറുണ്ട്. അതൊക്കെ എനിക്ക് നന്നായിട്ട് മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെറിയ ഒരു മൊമെൻറ്റ് കിട്ടുമ്പോൾ ഞാൻ മാക്സിമം എൻജോയ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പൊറാട്ടയും ആദർശമായിട്ട് ഇതേ അൽഫാമും അങ്ങനെ വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ പൊറാട്ടയും അൽഫാമും കൂടിയിട്ട് ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. ആദർശമായിട്ട് എന്താ ബട്ടർ നാനും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതേ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഒരു അൽഫാമായിട്ട് വാങ്ങിച്ചുള്ളൂ. നമുക്ക് ഓവറായിട്ട് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അൽഫാമിനെ അച്ഛൻ ഒടുക്കത്തെ ചൂടിട്ടത് കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും പൊട്ടിക്കാനും പറ്റണില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ചൂടൊക്കെ നൂതിയിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കാണ്ടോ. പിന്നെ നമ്മൾ 2 ജ്യൂസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അച്ഛൻ ഇങ്ങനെയൊക്കെ ഫുഡ് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ സത്യം പറയാലോ ഞാൻ പുറത്ത് പോയാൽ ഇപ്പോഴല്ല കേട്ടോ, പ്രഗ്നൻ്റ് ആവണേക്കാൾ മുന്നേ ഇപ്പം മന്തി കഴിച്ചാലൊക്കെ ഞാൻ മറ്റേ സ്പ്രൈറ്റ് ഉണ്ടല്ലോ സ്പ്രൈറ്റ് കുടിച്ചായിരുന്നു. അപ്പോൾ പിന്നെ അതൊന്നും കുടിക്കാൻ പറ്റില്ല. അപ്പോൾ ആദർശാടേക്ക് തണ്ണിമത്തൻ്റെ ജ്യൂസും ആദർശയുടെ മിൻലൈമൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മളിതേ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും അച്ഛൻ്റെ ഒരു മിസ് കോൾ ഇട്ടാ. അപ്പോൾ വിചാരിച്ചു അങ്ങനെ ഫോൺ എടുക്കാത്തതിനും പിന്നെ വീട്ടിലേക്ക് എത്താത്തതിനും എന്തായാലും വീട്ടിൽ പോയാൽ ചീത്ത കേൾക്കുന്നു. അങ്ങനെ ഞങ്ങളിതേ വേഗം ജ്യൂസൊക്കെ കുടിക്കാൻ കേട്ടോ. ഞങ്ങളിതേ ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോകാൻ കേട്ടോ. വീട്ടിൽ പോയാൽ ചീത്ത കേൾക്കും. എന്തോ അച്ഛൻ്റെ ഒരു മിസ് കോൾ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ചും കൂടി ഉള്ളൂ വീട്ടിലേക്ക്. വയറ് ഫുള്ളായി ഫുഡൊക്കെ കഴിച്ചിട്ട്. ലേറ്റ് ഉണ്ടല്ലോ, ലേറ്റ് ഇട്ടും വലിയ കാര്യമില്ല. അങ്ങനെ നമ്മൾ രണ്ടുപേരും വീട്ടിലെത്തി. പക്ഷെ വീട്ടിലെത്തിയപ്പോൾ ഞാൻ വിചാരിച്ച പോലെ ചീറ്റൊന്നും കേട്ടില്ല. അമ്മ അച്ഛനും കൂളായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മുടെ ആമീനെ വിട്ടിട്ടുണ്ട്. ആമി ഇതേ അവിടെ കിടന്ന് ഹാളിലേക്കൊക്കെ കയറിയിട്ടോ. ഇപ്പം അവൾ കുറച്ചൊക്കെ ഹാളിക്ക് കയറി തുടങ്ങി. ഫുൾ അച്ഛൻ അവളെ നിർത്തിയതായിരുന്നു. ഹാളിക്കും റൂമിക്കൊക്കെ ചാടി കയറലൊക്കെ സ്വഭാവമൊക്കെ മാറ്റിയതായിരുന്നു. ഇപ്പം അവൾ ഭയങ്കര സ്നേഹത്തോടെ വന്നിട്ട് ഇതേ ഹാളിലൊക്കെ കൊടുക്കും. ആരെയും കണ്ടങ്ങനെ മലന്നാ കിടന്നു കൊടുക്കും കേട്ടോ, ഉഴിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ആദർശമായിട്ട് ഇതേ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോയി. പിന്നെ വീട്ടിലേക്ക് വരുമ്പോൾ 9 മണിയൊക്കെ ആയിട്ടോ. വിഷ്ണുവേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ച് പോയിട്ട് ആദർശേട്ടന് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ചേട്ടതേ അവിടെ പോയിട്ട് വലിയമ്മോടിക്ക് പോയിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ചേട്ടനെ വിളിക്കി പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ ഫോൺ വിളിച്ചപ്പോൾ ആദർശേട്ടൻ വീട്ടിലേക്ക് പോകും. നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ച് കാരണം നമുക്ക് രണ്ടുപേർക്കും ഫുഡ് വേണ്ട. അപ്പോൾ ഞാൻ ഉമ്മറത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആദർശേട്ടൻ വന്ന പാടേത് എൻ്റെ മടിയിൽ അങ്ങനെ കിടക്കുക കേട്ടോ. ഉമ്മറത്ത് അച്ഛൻ നല്ല കാറ്റാണ് കേട്ടോ. ഈ സമയത്തൊക്കെ നല്ല രാത്രിയാകുമ്പോഴൊക്കെ നല്ല കാറ്റുണ്ടാവും. അപ്പോൾ അമ്മ ഇതേ എന്തോ സംഭവങ്ങളൊക്കെ നന്നാക്കുന്നുണ്ട്. പിന്നെ വലിയമ്മ ചക്ക നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അഞ്ചുവിൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചായിരുന്നു കേട്ടോ. അപ്പോൾ വലിയമ്മ എനിക്ക് മുന്നേ കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഊരിയൊക്കെ ഞാൻ ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും കൊടുന്നു ആദർശ വരുമ്പോഴേക്കും എടുത്ത് വയ്ക്കണേ പറഞ്ഞിട്ട്. അപ്പം അമ്മ അത് ഫ്രിഡ്ജിൽ അങ്ങനെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ എടുത്ത് അമ്മ പൊളിച്ചു കൊടുക്കുമ്പോൾ ആദർശേട്ടൻ ഇത് കഴിക്കുന്നുണ്ട്. പിന്നെ ഇതേ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് കുറേ നേരം എന്നെ കണ്ട ആദർശേട്ടനുള്ള ഒരു അസുഖമാണ് തല അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ തലയൊക്കെ മസാജ് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഉമ്മർത്ത് ഇങ്ങനെ ഇരിക്കാനുണ്ടോ. അപ്പം ഞാൻ വെറുതെ ഇരുന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ആദർശേട്ടൻ പറയട്ടോ ആദർശേട്ടനെ ഭംഗിയിൽ എടുക്ക്, ആംഗിൾ റെഡിയല്ല, അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വെറുതെ ഓരോന്ന് പറയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്രയുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ.